ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഗപ്പി വെറൈറ്റികളെ തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ നാലാമത്തെ വീഡിയോ ആണ്. ഇതിക്ക് മുമ്പ് നമ്മൾ 3 വെറൈറ്റി ഗപ്പികളെ തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്യിച്ച് അതിൻ്റെ റിസൾട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിക്ക് മുമ്പായിട്ട് പർപ്പിൾ മൊസൈക്ക്, അത് തന്നെ പ്ലാറ്റിനം റെഡ്, ബിഗ് ഗിയർ, മോസ്കോ വയലറ്റ്, അതുപോലെ തന്നെ വൈറ്റ് ടക്സിഡോ, ഇതുപോലുള്ള ഗപ്പി വെറൈറ്റികളെല്ലാം തന്നെ ക്രോസ് ബ്രീഡ് ചെയ്യിച്ചതിൻ്റെ റിസൾട്ട് എല്ലാം തന്നെ ഞാൻ ഇതിക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ 2 വെറൈറ്റി ഗപ്പികളെയാണ് ക്രോസ് ബ്രീഡ് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 മീനുകൾ. ഇത് ഫുൾ ഗോൾഡാണ്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് മോസ്കോ വയലറ്റ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനാണ് നമ്മൾ ഇന്ന് ക്രോസ് ബ്രീഡ് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഏകദേശം ഒരു 5 മാസം കൊണ്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പല വീഡിയോസ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ ടാങ്കൊക്കെ ഒരുപാട് തവണ ചേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇത് ആദ്യമേ തന്നെ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഗോൾഡിൻ്റെ ടാങ്ക്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഒരു ഫീമെയിലിന്, അതായത് ജുവനൈൽ സ്റ്റേജിലുള്ള ഒരു ഫീമെയിലിനെ നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ അകത്തു നിന്ന് ഇപ്പോൾ ക്രോസ് ബ്രീഡ്, ഇതിൻ്റെ അകത്ത് കിടന്ന് ഇപ്പോൾ ബ്രീഡ് ആവാത്ത ഒരു ഫീമെയിലിനെ വേണം നമ്മൾ എടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ഗോൾഡിൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ജുവനൈൽ സ്റ്റേജിലുള്ള ഒരു കുഞ്ഞിനാണ് ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഫീമെയിലാണ് എടുക്കുന്നത്. അപ്പോൾ ബ്രീഡിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള നിലക്ക് നമ്മൾ ഈ ഒരു ടബിലേക്ക് നമ്മൾ ഇവരെ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഫുൾ ഗോൾഡിൻ്റെ ഫീമെയിലിനെയാണ് ഇതിൻ്റെ അകത്ത് റിലീസ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു സെമി അഡൾട്ട് സ്റ്റേജിലുള്ളൊരു ഫീമെയിലാണ് ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് നമുക്ക് ബ്രീഡിങ്ങിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർ മൊസൈക്ക്, അതുപോലെ തന്നെ ബാക്കോപ്പ, പിന്നെ കുറച്ച് ആൽഗ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു മെയിൽ മോസ്കോ വയലറ്റ്, നല്ല ക്വാളിറ്റിയുള്ള മോസ്കോ വയലറ്റിനാണ് എടുത്തിരിക്കുന്നത്, ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫുൾ ഗോൾഡ് ഫീമെയിലിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും പോയി ഹൈഡ് ചെയ്തിരിക്കണമായിരിക്കും. ആ മീൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കാരണം ഫുൾ ഗോൾഡ് അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന, പുതിയ ടാങ്കിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയി നല്ല രീതിയിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു മീനാണ്. അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓപ്പണായിട്ട് പുറത്തോട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും മീനിനെ പുറത്തോട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു എക്കോസിസ്റ്റത്തിലേക്ക് ഇട്ടുകൊണ്ടായിരിക്കണം മീനുകൾ രണ്ടും ഒന്ന് കണ്ട് പരിചയപ്പെട്ട് ഒന്ന് പെയറാവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഏകദേശം 1.5 മാസം കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ടാങ്ക് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റേ ടാങ്ക് ക്രാഷായി പോയി, അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ഡെഡായി പോയിട്ടുണ്ട്. പക്ഷേ ബ്രീഡിങ് കഴിഞ്ഞതായതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഫീമെയിലിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അപ്പോൾ 1-2 കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെ കണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു വാട്ടർ പ്ലാന്റ്സ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അപ്പോൾ കാണുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ ഉടനെ എടുത്ത് കളക്ട് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. പക്ഷേ നമ്മൾ ഈ വാട്ടർ പ്ലാന്റ്സ് മാറ്റി നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ പ്രതീക്ഷകൾ ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്. ആകെ 2 കുഞ്ഞുങ്ങളെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒന്നല്ലെന്നുണ്ടെങ്കിൽ 2 കുഞ്ഞുങ്ങൾ മാത്രം പ്രസവിച്ചിട്ടുണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ ഫീമെയിൽ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ തിന്നിട്ടുണ്ടാകും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റി വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫീഡ് കൊടുത്ത് തുടങ്ങണം. കാരണം എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വീഡിയോ, ഇതിൻ്റെ റിസൾട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഏകദേശം 4-5 മാസത്തോളം നല്ല ഫോട്ടോ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ഒരുപാട് വീഡിയോ ഫൂട്ടേജസ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ കാണിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകെ 2 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫീമെയിലും ഡെഡായി പോയിട്ടുണ്ട്. അപ്പോൾ ഫീമെയിൽ ഡെഡായി പോയപ്പോഴത്തേക്ക് ആ ഫീമെയിൽ കിടന്ന ടാങ്കിലേക്ക് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുഞ്ഞുങ്ങൾ കിടന്നുകൊണ്ടിരുന്ന വെച്ചാൽ ടാങ്ക്. അപ്പോൾ ഈ ടാങ്കിൽ നിന്ന് എടുത്താണ് നമ്മൾ ഈ ഫീമെയിൽ കിടന്നിരുന്ന ടാങ്കിലേക്ക് മാറ്റിയത്. അങ്ങനെ വീണ്ടും ഒരാഴ്ചയും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഗ്രോത്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മീനുകൾ ഇതിൻ്റെ അകത്ത് ആകെ 2 മീനുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മീനുകൾ 2 ഇതിൻ്റെ അകത്ത് ജീവനോടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനൊരു ഗ്ലാസ്സിലിട്ട് നോക്കാം, അതിൻ്റെ കളറൊക്കെ എങ്ങനെയാണ് കയറി വരുന്നതെന്ന് അറിയാൻ വേണ്ടി. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എന്തായാലും അറിയാൻ പറ്റില്ല, എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ്സിൽ എന്തെങ്കിലും ഇട്ട് നോക്കാം. അങ്ങനെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഇതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡും അല്ല വയലറ്റും അല്ല, ഇതിൻ്റെ പാരൻസിൻ്റെ ഒരു കളറും ഇതിൽ കാണുന്നില്ല. ഇതെനിക്ക് തോന്നുന്ന ഒരു വൈറ്റ് കളറായിട്ടാണ് വരുന്നത്. ഏകദേശം ഒരു സ്നോ വൈറ്റിനെയൊക്കെ പോലെയാണ് ഇത് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി ഏകദേശം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയൊരു 2 മാസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ചിട്ട് ആ ടാങ്കിലേക്ക് തന്നെ മാറ്റാം.
അങ്ങനെ ഏകദേശം 1.5 മാസം കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് നോക്കാം. അപ്പോൾ 2 മീനുകളും ജീവനോടെ തന്നെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. മാത്രമല്ല മീനുകൾ ഏകദേശം അഡൾട്ട് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ പ്ലാന്റ്സൊക്കെ അത്യാവശ്യം കണ്ടമാനം പിടിച്ച് ആൽഗയൊക്കെ പിടിച്ച് ടാങ്ക് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിനെ മറ്റൊരു ഗ്ലാസ്സിലിട്ട് നോക്കാം. ഇതിൻ്റെ കളറൊക്കെ എങ്ങനെയാണ് കയറി വന്നിരിക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിന് ചെറുതായിട്ടൊന്ന് ഫീഡ് കൊടുക്കാം. ഞാനിവിടെ മോസ്കിറ്റോ ലാർവ അത് തന്നെ മൊയിനാണ് ഫീഡ് കൊടുക്കാൻ പോകുന്നത്. മീനുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ടാങ്കിൽ വളർന്നുകൊണ്ട് തന്നെ മീനുകൾ ഈ ഒരു സിറ്റുവേഷനോട് പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മറ്റൊരു വലിയ ടാങ്കിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതിന് ഗ്രോത്ത് കിട്ടുള്ളൂ. ടൈലൊക്കെ നല്ല രീതിയിൽ ഇനി ഗ്രോ ചെയ്യാനുണ്ടെങ്കിൽ ഗ്രോ ചെയ്ത് വരുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. അങ്ങനെ നമ്മൾ മീനിൻ്റെ ഒരു സൈഡ് വ്യൂ ഒക്കെ നോക്കാൻ വേണ്ടി ഒരു കുപ്പിയിലിട്ട് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഏകദേശം നമ്മുടെ വൈറ്റ് ടക്സിഡോടെയൊക്കെ ആ ഒരു ലുക്കാണ് മീന് കിട്ടിയിരിക്കുന്നത്. ആ ഒരു കളറൊക്കെയാണ് കയറി വന്നിരിക്കുന്നത്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഇത് വൈറ്റ് ടക്സിഡോ ആണെന്ന് തോന്നുമെങ്കിലും ഇത് വൈറ്റ് ടക്സിഡോ അല്ല, നമ്മുടെ ഗോൾഡും മോസ്കോ വയലറ്റും തമ്മിൽ ക്രോസ് ബ്രീഡ് ചെയ്തതാണ്. അപ്പോൾ വൈറ്റ് ടക്സിഡോ എന്ന് പറയാൻ നേരത്ത് ഇതിൻ്റെ ബോഡിയിലൊരു ബ്ലാക്ക് കളറും കൂടി കയറി വരും. അതായത് ബോഡി ബ്ലാക്ക് കളറായിരിക്കും. പക്ഷേ ഇതിൻ്റെ അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു വൈറ്റ് തന്നെയാണ്, ഫുള്ളും വൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു ചാര കളർ മാത്രമേ ഇതിൽ കയറി വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ വൈറ്റ് ടക്സിഡോനും കൂടി എടുത്ത് ഇതിൻ്റെ ഒപ്പം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വ്യത്യാസം ഇതിൻ്റെ മനസ്സിലാവും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വൈറ്റ് ടക്സിഡോനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡിൽ ഗ്ലാസ്സിലിരിക്കുന്നതാണ് വൈറ്റ് ടക്സിഡോ. നമ്മുടെ കുപ്പിയിലിരിക്കുന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഫുൾ ഗോൾഡും മോസ്കോ വയലറ്റും ക്രോസ് ബ്രീഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. വൈറ്റ് ടക്സിഡോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ ബോഡി ബ്ലാക്ക് കളറായിരിക്കും. അതിൻ്റെ ഡോർസലും വാലും ബാക്കിയുള്ള ഫിൻസുകളെല്ലാം വൈറ്റ് കളറായിരിക്കും. ഏകദേശം അപ്പുപ്പന്താടി പോലെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ അങ്ങനെയല്ല. ഇതിൻ്റെ ഫുള്ളും ഒരു വൈറ്റ് കളറാണ് കയറി വന്നിരിക്കുന്നത്. ആ വാലിൻ്റെ ടിപ്പിൽ, അതായത് തുടങ്ങുന്ന എൻഡ് മാത്രം ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്നിട്ടുള്ളൂ. അപ്പോൾ പാരൻസിൻ്റെ ഒരു ക്വാളിറ്റി നമ്മുടെ മീന് കിട്ടിയിട്ടില്ല. പുതിയൊരു കളറിലാണ് മീനുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഒന്നല്ലെങ്കിൽ വയലറ്റ് കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്ക് അത് ഈ 2 കളർ നമുക്ക് കിട്ടിയിട്ടില്ല. പ്യുവർ വൈറ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ചെറിയ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കയറി വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് ടക്സിഡോ. വൈറ്റ് ടക്സിഡോ ആൽഗെ വെള്ളത്തിൽ വളർത്തിയതുകൊണ്ട് തന്നെ അതിൻ്റെ തലയൊക്കെ ഏകദേശം പച്ച കളറിലായിരിക്കുന്നത്. അപ്പോൾ ആൽഗെ വെള്ളത്തിൽ വളർത്തുന്ന വൈറ്റ് ടക്സിഡോക്ക് ഇത്തിരി ഗ്രീൻ കളർ, മെറ്റാലിക് ഗ്രീൻ കളർ കയറി വരും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വൈറ്റ് ടക്സിഡോ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ച് അതിൻ്റെ ടാങ്കിലേക്ക് വിടാം. മാത്രമല്ല നമ്മുടെ ക്രോസ് ബ്രീഡ് ചെയ്തിരിക്കുന്ന ഗപ്പികളെ മറ്റൊരു ടാങ്കിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാം. ഇത് നമ്മുടെ പർപ്പിൾ മൊസൈക്കിൻ്റെ പർപ്പിൾ മൊസൈക്കിൽ തന്നെ റെഡ് കളർ ഇറങ്ങുന്ന മീനുകൾ ഇട്ടിരിക്കുന്ന ഒരു ടാങ്കാണ്. ഇത് അത്യാവശ്യം നീട്ടമുള്ള മീനുകൾക്ക് ഓടിയിടക്കാൻ പറ്റിയൊരു ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കാണ് നമ്മുടെ ക്രോസ് ബ്രീഡ് ചെയ്തിട്ടിരിക്കുന്ന റിസൾട്ടായിട്ട് കിട്ടിയിരിക്കുന്ന മീനുകളെ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയാണ് കുറച്ചും കൂടി വലിയ ടാങ്കിലേക്ക് വിടുന്നത്. ഇതിലെല്ലാം മെയിലുകളാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ റിലീസ് ചെയ്യണത് മെയിലിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രോസ് ബ്രീഡിംഗ് ഒന്നും ഇതിൻ്റെ അകത്ത് നടക്കുന്നതല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ തുടർന്നുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.